ദക്ഷിണ റെയിൽവേയുടെ പ്രധാന ഡിവിഷനുകളിൽ ഒന്നാണ് പാലക്കാട് ഡിവിഷൻ. കേരളത്തിലെ പ്രധാന ഡിവിഷനുകളിൽ ഒന്നും. ഈ ഡിവിഷൻ റെയിൽവേ അടച്ചുപൂട്ടുമോ? കേൾക്കുന്ന വാർത്തകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് മംഗളൂരുവിൽ ഇത് സംബന്ധിച്ച് യോഗം ചേരുകയാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള റെയിൽവേ വികസന പദ്ധതികളും നിർമ്മാണ പ്രവൃത്തികളുടെ അവലോകനവുമാണ് ചർച്ചാ വിഷയമെന്നാണ് അറിയിപ്പെങ്കിലും മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപീകരണ ചർച്ചയാണ് നടക്കുന്നതെന്നാണ് സൂചന. പാലക്കാട് ഡിവിഷൻ വിഭജിച്ചുകൊണ്ടാണ് മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കുന്നതെന്നതിനാൽ യോഗ തീരുമാനം കേരളത്തെയും ബാധിക്കും. അതേസമയം കേരളത്തിൽ റെയിൽവേ ചുമതലയുള്ള അബ്ദുറഹിമാന് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. എങ്കിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേരളം റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. വീണ്ടും അധികാരത്തിലേറിയ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണനയും പ്രതികാര ബുദ്ധിയും തുടരുന്നതിന്റെ നീക്കമെന്നും മന്ത്രി പ്രതികരിച്ചു. MLA-മാരും MP-മാരുമെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 1956 രൂപീകരിച്ച പാലക്കാട് ഡിവിഷൻ ഇന്ത്യയിലെ പഴക്കമേറിയ റെയിൽവേ ഡിവിഷനാണ്. നേരത്തെ സേലം ഡിവിഷൻ രൂപീകരിച്ചതും പാലക്കാട് ഡിവിഷൻ വിഭജിച്ചായിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ സംഭാവനകൾ ചെയ്യുന്ന ഡിവിഷൻ കൂടിയാണ് പാലക്കാട്. 588 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡിവിഷൻ പോത്തന്നൂർ മുതൽ മംഗളൂരു വരെയാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. ചെന്നൈ ആസ്ഥാനമായുള്ള ദക്ഷിണ റെയിൽവേക്ക് 6 ഡിവിഷനുകളാണ് ഉള്ളത്. ഇതിൽ 2 എണ്ണം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത്. പാലക്കാട് അടച്ചുപൂട്ടിയാൽ തിരുവനന്തപുരം മാത്രമാകും കേരളത്തിൽ. പാലക്കാട് ഡിവിഷൻ ഇല്ലാതായാൽ യാത്രക്കാരെ തീരുമാനം വലിയ തോതിൽ ബാധിക്കും. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് സർവീസുകളില്ലാതെ യാത്രാക്ലേശം രൂക്ഷമാണ്. പുതിയ ട്രെയിനുകളും പദ്ധതികളും ലഭിക്കണമെങ്കിൽ ഡിവിഷൻ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. വരുമാനം ഏറെയുള്ള ഡിവിഷനെ ഇല്ലായ്മ ചെയ്താൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനും അത് തിരിച്ചടിയാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദക്ഷിണ റെയിൽവേക്കായി കൂടുതൽ വരുമാനമുണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യ 10 കേരളത്തിൽ നിന്ന് 4 സ്റ്റേഷനുകളാണ് ഉൾപ്പെട്ടത്. കേരളത്തിലെ സ്റ്റേഷനുകളിൽ 1-ാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ്. 263 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. 2022-23 സാമ്പത്തിക വർഷം 216 കോടി രൂപയായിരുന്നു തിരുവനന്തപുരത്തിന്റെ വരുമാനം. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ 115 കോടി രൂപ വരുമാനമുണ്ടാക്കി. പുതിയ വണ്ടി അനുവദിക്കാതെയും നിലവിലുള്ളവയുടെ എണ്ണം കുറച്ചും കേരളത്തിന്റെ വരുമാനം കുറയ്ക്കാനുള്ള ഇടപെടൽ റെയിൽവേ നേരത്തെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള വരുമാന നഷ്ടം കാണിച്ച് ഡിവിഷൻ ഇല്ലാതാക്കുന്നതോടെ കേരളത്തിൽ ഒരു ഡിവിഷൻ മാത്രമായി ചുരുങ്ങും.